ഇന്ന് നമ്മൾ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു അടിപൊളി ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത്ര വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ സ്ക്രബിങ് സോപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ശരീരമൊക്കെ തേച്ച് വരച്ച് കുളിക്കുന്ന സ്ക്രബ്ബറില്ലേ, അതുപോലെ. അപ്പോൾ ഇത് ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ. നമ്മൾ ചോറ് വെച്ച് കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നല്ല അടിപൊളി ഷേപ്പിലാണ്, 2 തരം കളറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ കിട്ടുന്നത് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ അതിന് കഞ്ഞിവെള്ളം നമ്മൾക്ക് തലയെ കഴുകാനാണെങ്കിലും ഫേസ് വാഷിനാണെങ്കിലൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളം, ചോറ് വാർത്ത് വെച്ച കഞ്ഞിവെള്ളമാണ്, നല്ല ചൂടുള്ളതാണ് കേട്ടോ. അടിഭാഗം എടുക്കണം, ബ്രൗൺ റൈസിൻ്റെ ആണ്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം. ഞാനിതിപ്പോൾ മുഴുവനായിട്ടും എടുക്കുന്നത് കുറച്ച് സോപ്പ് ഉണ്ടാക്കാനും കുറച്ച് നമുക്ക് തല കഴുകാനും. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്ന ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. കഞ്ഞിവെള്ളം വാർത്ത് കഴിഞ്ഞ കഞ്ഞിവെള്ളം, 2 സ്പൂണ് ഫ്ലാക്സ് സീഡാണ്. ഇത് നമുക്ക് ചെറുചണ വിത്ത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഒന്നിങ്ങനെ കുതിർന്ന് വരണം, നല്ല കട്ടിയായിട്ട് വരണം. അപ്പോൾ അടിയിലുള്ള ഇങ്ങനെ ഊറുന്ന കഞ്ഞിവെള്ളമില്ലേ, പെട്ടെന്ന് കട്ടയാവുന്നത്, അതെടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് അടച്ച് വയ്ക്കാം. ഞാൻ ഏതാണ്ട് ഒരു 11 മണിക്കൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. നമ്മുടെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഇത് ഒരു വൈകുന്നേരം ആവുന്നവരെ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനിതാ ബ്രൗൺ റൈസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചോറ് ഈ ഒരു രീതിയിൽ വാർത്ത് വെച്ചിട്ടുള്ളതായിരുന്നേ. ഒരു 5 മണിക്കാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും കണക്കാക്കണ്ട, നമുക്കിതൊന്ന് സെറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. അപ്പം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഒഴിച്ച് വെച്ച കഞ്ഞിവെള്ളമാണെന്ന് തോന്നില്ല, അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിങ്ങനെ ഒന്ന് കുതിർന്ന് വരുമ്പോൾ ഈ ഫ്ലാക്സ് സീഡൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ജെൽ ഫോമിലായി വന്നിട്ടുണ്ടാവും. ഫ്ലാക്സ് സീഡ് സാധാരണ പലതിനും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണാറുണ്ട്. ഇത് ഉലുവ വെള്ളത്തിലിട്ട പോലെ നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരു ടെക്സ്ചറിൽ വരും. ഇനി ഇതിനെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു സ്ക്രബിങ് എഫക്റ്റ് നമുക്ക് കിട്ടണം. എൻ്റെ കയ്യിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അലർജി ആയിട്ട് നമുക്ക് സൂര്യതാപം ഏറ്റ പോലെ തന്നെ അലർജി ആയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മരുന്നിൻ്റെ എഫക്റ്റും എല്ലാം കൂടെ ആയപ്പോൾ ശരിക്കും നല്ല സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് എനിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്ക്രബിങ് ഏജൻ്റാണ്, മാത്രമല്ല നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. നമുക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് തോന്നും ഈ കുരുവെല്ലാം കാണുമ്പോൾ ഇത് നമ്മൾ മുഖത്തോ കഴുത്തിലോ ഒക്കെ തേക്കുമ്പോൾ ഇത് ഒരയില്ലേന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു ഫോമിലാണ് ഇരിക്കുക. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തപ്പോൾ തന്നെ, സാധാരണ നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത പോലെ തന്നെ നല്ല ഒരു ജെൽ ഫോമിലാണ് വരിക. അതുകൊണ്ട് മേലൊന്നും തട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ അലോവേരയുടെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്കവാറും എല്ലാ സോപ്പിലും അലോവേര ചേർത്ത് കൊടുക്കാറുണ്ട്. വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമുക്ക് പുറത്തുനിന്നൊന്നും വേറെ എക്സ്ട്രാ ഒന്നും വാങ്ങിക്കണ്ട. ഇത് സോപ്പ് ബേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാനിതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കണം. വളരെ കുറച്ച് ജെല്ല് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത്രയും മതിയാവും നമുക്ക്. ഇനി നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ഇതിൻ്റെ ജെല്ല് മുഴുവനായിട്ടും എടുത്തതിന് ശേഷം ഒരു സാധനം കൂടെ ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ ഇപ്പോൾ കാണിച്ച സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്കൊട്ടും ഈ റിയാക്ഷൻ കാരണം
നമുക്ക് ഫേസ് പാക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. മേലൊന്നും മുഖത്തൊന്നും. എൻ്റെ കൈയൊക്കെ കാണുമ്പോഴെന്നെ അറിയുന്നില്ലേ. നമ്മൾ വെയിലത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ സൂര്യതാപം ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ ഏതാണ്ട് ഒരു 10 ദിവസമൊക്കെ അയക്കുന്ന ശരിക്കും വീഡിയോ വിട്ടിട്ടൊക്കെ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ല ജെൽ ഫോമിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾക്ക് വലിയ മുതൽ മുടക്കമൊന്നുമില്ലാതെ ഇതുപോലെ സോപ്പ്, ബാത്ത് സോപ്പ്, ബ്യൂട്ടി സോപ്പ് വീട്ടിലുണ്ടാക്കാമെന്നുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടിയാണ് കേട്ടോ, അരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി ഞാനിവിടെ ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെ നല്ലൊരു സാധാരണ നമ്മൾ സോപ്പ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇങ്ങനെ ലൂസായിരിക്കാതെ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് സോപ്പും എല്ലാം തേക്കില്ലേ നമ്മുടെ കയ്യിലും ബോഡിയിലൊക്കെ, അതിൽ ആ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സോപ്പ് വെച്ച് കുളിക്കുമ്പോൾ ഉണ്ടാവുന്നത്. സാധാരണ മുഖത്തൊന്നും നമ്മൾ തേക്കാറില്ലല്ലോ. മുഖത്തും നമുക്ക് ഇതുപോലെ ബാത്ത് സോപ്പ് തേക്കാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യം പിയേഴ്സ് സോപ്പാണ് കേട്ടോ. എനിക്ക് പിയേഴ്സ് സോപ്പ് കിട്ടിയില്ലായിരുന്നു. ഇതും ഗ്ലിസറിൻ സോപ്പ് തന്നെയാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ പെട്ടെന്ന് കിട്ടുന്നത് പിയേഴ്സ് സോപ്പ് ആയതുകൊണ്ട് പിയേഴ്സ് സോപ്പ് എടുത്താൽ മതി. അപ്പോൾ ഗ്ലിസറിൻ സോപ്പ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും വേണ്ടാത്തവർക്ക് നമുക്ക് സോപ്പ് ബേസ് വാങ്ങിക്കാം കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാം ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സോപ്പ് 2 സോപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സോപ്പ് വെച്ചിട്ട് ഇതേ വലുപ്പത്തിൽ തന്നെ 4 സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്ര കട്ടിയും ഇത്ര നീളമൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു മാസമൊന്നുമല്ല, നമുക്ക് ഒത്തിരി അങ്ങോട്ട് ബാത്ത് സോപ്പ് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ഈ ഒരു സമയത്തൊക്കെ ബാത്ത് സോപ്പിനൊക്കെ ഒത്തിരി ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കടായിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റീൽ പാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സോപ്പ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. പല രീതിയിലും സോപ്പ് മെൽറ്റ് ചെയ്തെടുക്കുന്നതും ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാലും അറിയാം കേട്ടോ. എല്ലാം വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് സോപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് സുഖമില്ലാതെ ഇരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിലേ വന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മുറുകി വരും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഏതാണ്ട് പിയേഴ്സിനും ഈ ഒരു കളറൊക്കെയാണ് കേട്ടോ. അപ്പോൾ കളറ് എക്സ്ട്രാ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കളറ് ചേർക്കുന്നതൊക്കെ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിന് ഈ സ്റ്റവിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾക്ക് വെള്ളം ഒട്ടും തന്നെ ഇതിൽ കയറാത്ത രീതിയിൽ വേണം ഇതിൽ നിന്ന് മാറ്റാൻ കേട്ടോ. ഈ വെള്ളം ഇതുപോലെ തന്നെ ചൂടിലിരിക്കണം. അഥവാ ഇത് കട്ടിയായിട്ട് വരുവാണെങ്കിൽ നമുക്കിതിൻ്റെ മേളിൽ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ഇതാ നന്നായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും തോറും അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സെറ്റായി വരും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനിതിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്നത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് മോയ്സ്ചറായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഡ്രൈ ആവാതെ. ഇനി ഇതിലേക്ക് സാൻഡൽവുഡിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, മണം ആവശ്യമുള്ളവർക്ക് മാത്രം ഒരു 4-5 തുള്ളി മാത്രം മതിയാവും. ഇത് പലരും ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ കാണിക്കുന്നത്. സാധാരണ ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ മണം വേണമെന്നൊന്നുമില്ല ബാത്ത് സോപ്പിന്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, കഞ്ഞിവെള്ളം, അലോവേര ജെല്ല്, അരിപ്പൊടി, ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്, ഒരുപാട് ലൂസായി പോയത്. നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ അടിഭാഗം എടുക്കണം, തെളിഭാഗം എടുക്കരുത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും
ഒട്ടും തന്നെ കട്ട കെട്ടാതെ യോജിപ്പിച്ചെടുക്കണം. ഒരുപാടിങ്ങനെ പതഞ്ഞ് വരാത്ത രീതിയിലും വേണം നമ്മളിതിനെ യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ് അവരൊക്കെ പറയാറ്. ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആവാതെ സാധാരണ വാങ്ങുന്ന സോപ്പിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണെന്ന് അവർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വളരെയധികം ഉപകാരമാണ് കേട്ടോ, ഇതുപോലെ ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ചൊക്കെ ഞാനിവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ, സാവകാശം മാറ്റാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ട്രേ വേണം. ഞാൻ സാധാരണ ഇതുവരെ ഞാൻ ട്രേ ഉപയോഗിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈൻ ഷോപ്പിലും കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. പല രീതിയിലുള്ള സോപ്പിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ഭംഗിയായിരിക്കും കാണാൻ, മാത്രമല്ല പെട്ടെന്ന് ഇളക്കിയെടുക്കാനും പറ്റും. അതല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ച പോലെ നമ്മൾ ചെറിയ ചട്നിയും കറിയൊക്കെ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ബൗൾ എടുത്താലും മതി. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ഒഴിച്ചു കൊടുക്കണേ. ഇത് അരിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഈ ഒരു 4 സോപ്പിനുള്ള ബേസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൽ നല്ലോണം ഇങ്ങനെ കുറച്ചിങ്ങനെ പത ഫോമായി വന്നിട്ടില്ലേ. അപ്പോൾ ആ പത നമ്മൾക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. അത് നിർബന്ധമില്ല, പക്ഷെ കാണാൻ കുറച്ചുകൂടെ ഭംഗി അതാണ് കേട്ടോ. ഇങ്ങനെ പത നമുക്കിങ്ങനെ എടുക്കാം. ഞാനിതാ ഇതിങ്ങനെ വടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാണ് ശരിക്കും അതിൻ്റെ ആ ഒരു കളറ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പതഞ്ഞ് നിൽക്കുന്നതിനെ ഇതുപോലെ എടുക്കണം. പല രീതിയിലും നമ്മൾക്ക് സോപ്പ് വീട്ടിലുണ്ടാക്കി സെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സോപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാർ നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പെർമിറ്റഡ് ഫുഡ് കളറാണ്. ഇതും ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഇതിങ്ങനെ ഇടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു 1-2 ഡ്രോപ്പ് മാത്രം വെറൈറ്റി കളറുകളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ കളറ്, ടൊമാറ്റോ കളറ്, അങ്ങനെയുള്ള 3 തരം കളറാണ് കേട്ടോ. 4 അല്ല 3 തരം കളർ. ഒരു കളറ് ഇതിൻ്റെ ഒറിജിനൽ കളറിനെ നിലനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ ഒരു 2 ഡ്രോപ്പ് 1 ഡ്രോപ്പൊക്കെ മതിയാവും. നമ്മൾ മാർബിൾ കേക്കൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ലെയറായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ 2 ലെയറായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി ഇളക്കി കൊടുക്കുന്നില്ല. ഇതിങ്ങനെ ഒത്തിരി അടിയിൽ പോവാത്ത രീതിയിൽ, എന്നാൽ മേളിൽ നോക്കുമ്പോൾ മുഴുവനായിട്ടും കളറ് മാറിയിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ് ഇളക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ സാധാരണ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സോപ്പിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു കളറ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഒട്ടും തന്നെ നിർബന്ധമുള്ള കാര്യമല്ല. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 തരത്തിൽ നമ്മൾ കളറ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഒറിജിനൽ കളറിലും. ഇനി 1 മണിക്കൂറിന് ശേഷം ഞാനിത് സെറ്റായിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മുടെ സോപ്പൊക്കെ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ ചേർത്തിട്ടാണ്. മാത്രമല്ല പാലൊന്നും ചേർക്കാതെ, ഒരുപാട് വിലയുള്ള സാധനങ്ങൾ ബദാമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ചേർക്കാതെ നമ്മളെ വീട്ടിൽ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നല്ല അടിപൊളി ബ്യൂട്ടി സോപ്പ് ഇവിടെ ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറ് താഴെ പോകും തോറും ഒരു വേറെ കളറാണ് കണ്ടോ. ഇങ്ങനെയാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. ഓരോ സോപ്പും നമ്മളിതുപോലെ അടർത്തി എടുക്കുമ്പോൾ മനസ്സിലാവും 2 തരം കളറിലാണ് വരിക. ഇത് നമ്മൾ അങ്ങനെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഈ ഫുഡ് കളറ്. ഇതൊരു പ്രത്യേക കളറുമാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ പല രീതിയിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും ഒരു സ്ക്രബിങ് എഫക്റ്റായിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇത് നല്ല നമ്മൾക്ക് ഈ ചകിരിയൊക്കെ വെച്ച് കുളിക്കുന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സോപ്പ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനെ കമൻറ്റ് ചെയ്യണേ. വലിയ ചിലവൊന്നുമില്ലാതെ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് നിർബന്ധമില്ലാത്തതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. കളർ ഒട്ടും തന്നെ നിർബന്ധമില്ല. മാത്രമല്ല വെളിച്ചെണ്ണയും കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തിനൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാം.
ഇത് ഒരു മാസം വരെയൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ഒരു സൂപ്പ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഇതിൽ കഞ്ഞിവെള്ളം, നമ്മൾ ചോറ് വെച്ച കഞ്ഞിവെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ.